അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കോളേജിലെ ഓണപരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. സോ കോളേജിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നീ അപ്പൊ എക്സൈറ്റഡ് ആണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അങ്ങനെ നമ്മൾ നേരെ കോളേജ് വന്നപ്പോഴത്തേക്ക് അത്തപ്പൂക്കള മത്സരത്തിന്റെ ഭാഗമായിട്ട് അത്തപ്പൂക്കളം കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ തന്നെ പരിപാടി നല്ല ഓണപ്പാട്ടാണ്. അങ്ങനെ നമ്മൾ ഓണപ്പാട്ടിന് കാണാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ പിടിച്ച് ഞാനും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ പാട്ടും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സുകാരുടെയും നല്ല വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഉണ്ടായിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളി മങ്കയാവാൻ പോവുകയാണ്. സോ അങ്ങനെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മങ്കനും മങ്കിക്കൊക്കെ ആണെങ്കിൽ റാംബോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ സ്ലോ മോഷൻ ഒന്ന് നടക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യങ്ങൾ അതൊക്കെ തന്നെ GK ക്വസ്റ്റ്യനുകളും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ചോദിക്കും. അങ്ങനെ ഓരോ ക്ലാസ്സിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സാറിൻ്റെ ഒരു കുട്ടിയുണ്ട്. ആൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് വന്ന് അങ്ങനെ ഞാൻ ആളെ എടുത്ത് കളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നോക്കുന്ന കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ അവർ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടായിരിക്കും. ഞാനും 5 കോളേജ് ലൈഫ് ഇതുവരെ റാംബോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള നല്ല എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈനലി ഞങ്ങളുടെ ഊഴായിരിക്കാണ് ഗൈസ്. നമസ്കാരം, ഏവർക്കും എൻ്റെ ഓണാശംസകൾ. എൻ്റെ പേര് അഞ്ജന. ഞാൻ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ കയറുമ്പോൾ നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ. ഇടയ്ക്ക് വല്ല ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഡിസ്ക്വാളിഫൈ ആവും. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇംഗ്ലീഷ് എന്തെങ്കിലും വരുമോ എന്നുള്ളത്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മലയാളി മങ്ക പ്രോഗ്രാമും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കോളേജിന്റെ ഫ്രണ്ടിലേക്ക് വന്ന്. കാരണം അവിടെ ചെണ്ടകൊട്ടും പുലിക്കളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെണ്ടകൊട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തെ എനിക്ക് ചെണ്ടകൊട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയി ഫ്രണ്ടിൽ നിന്ന് തുള്ളവും കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ തന്നെ ഇത്തവണ നമ്മളെ ഫ്രണ്ട് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് തുള്ളവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ചെണ്ടയും കൊട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നേരെ നമ്മൾ ചെണ്ട കൊട്ടി നമ്മുടെ കോളേജിന്റെ വേറെ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നിന്ന് തുള്ളവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര നൈസായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള നമ്മുടെ ഓണത്തിലെ സദ്യ കഴിക്കൽ പരിപാടിയാണ്. ഫസ്റ്റ് തന്നെ ഇല വന്നു, ഇഞ്ചിക്കറി വന്നു, തോരൻ വന്നു, പിന്നെ മറ്റേ ശർക്കര വരട്ടി, ചിപ്സ്, പിന്നെ അച്ചാർ, അങ്ങനെ ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ്. എനിക്ക് പേഴ്സണലി സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ കറികളും, പപ്പടവും സാമ്പാറും ചോറൊക്കെ, ലാസ്റ്റ് ചോറ് കാര്യങ്ങളൊക്കെ വന്ന് അയ്യോ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത് കഴിച്ചാൽ ഏറ്റവും നല്ല അടിപൊളി സദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ രസം, എങ്ങനെ കുറേ ഗ്ലാസ്സുകൾ എടുത്തിട്ട് പായസം എല്ലാം ഓരോരോ ഗ്ലാസ്സുകളിലായിട്ട് വാങ്ങി വെച്ചിട്ട് എല്ലാം ഇങ്ങനെ സ്ലോ മോഷനിൽ നിന്ന് എല്ലാം കഴിച്ച് നല്ല എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മുടെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഫുഡും കാര്യങ്ങളും പായസമൊക്കെ കൂട്ടി എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ കൈയും നേരെ കോളേജിന്റെ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല രസം നല്ല പരിപാടിയായിരുന്നു. അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാൻസ് ഉണ്ട്, പിന്നെ ഉറിയടി, വടംവലി, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോയി സെറ്റ് ആവാം. നല്ല രസമായിരുന്നു. അടിപൊളിയായിട്ടുള്ള ദിവസമായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നേരെ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സുകാരുടെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ക്ലാസ്സിലെ മിസ്സും ഉണ്ടായിരുന്നു. നമ്മുടെ ചിമ്മ മിസ് നമ്മൾ നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് മിസ്സും കളിക്കുന്നുണ്ടായിരുന്നു. മിസ് നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി വൈബും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് മിസ് ഏതാ കുട്ടി ഏതാണെന്ന് മനസ്സിലാവണില്ല എന്നുള്ളത്. സത്യമായിട്ടുള്ള കാര്യമാണ്. മിസ് സീനാട്ടോ, അടിപൊളിയാണ്. ഞങ്ങളുടെ വൈബ് പിടിച്ച ഒരാളാണ്. അത് നമ്മൾ ഡാൻസ് കാര്യങ്ങളൊക്കെ എല്ലാം കണ്ട് ബാക്കിൽ എല്ലാവരും ഇരുന്ന് ഡാൻസ് കാര്യങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉറിയടി പരിപാടിയായിരുന്നു. പിന്നെ ഉറിയടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫൈനൽ പരിപാടി എന്ന് പറഞ്ഞാൽ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ 3rd ഇയേഴ്സിനാണ് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ക്യാഷ് പ്രൈസ് അതിനൊക്കെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാവരും ഗ്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനുശേഷം തുള്ളവും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ഫ്രം ഷാന ഫുഡി.